കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങളുമായി ആസാദാണ് ചേരുന്നത്. ആസാദ്, കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ അടക്കം ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ്. കാരണം വടക്കൻ മേഖലകളിൽ ആയിരിക്കും ഇനി മഴ ശക്തമാകാൻ സാധ്യതയെന്ന നിരീക്ഷണമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ തുടരുന്ന മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള കയാക്കിംഗ് മത്സരങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. പുഴയിലെ ശക്തമായ കുത്തൊഴുക്കും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ടുമാണ് ഈ മത്സരങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കാരശ്ശേരി പഞ്ചായത്തിലെ പുള്ളിപ്പൊയിലിൽ ഒരു വീടിന് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തൊട്ടടുത്ത വീടിന് ഉൾപ്പെടെ 2 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ 2 വീടുകളിൽ നിന്നുള്ള ആളുകളെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരെത്തി വീട് വാസയോഗ്യമല്ല എന്ന് കണ്ടതോടെയാണ് ഇവരെന്ന് ഈ 2 കുടുംബങ്ങളെയും തൊട്ടടുത്ത വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എടവണ്ണ കൊയിലാടി സംസ്ഥാന പാതയിലെ മുക്കം അങ്ങാടിയിൽ മുക്കം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം ഡ്രെയിനേജ് വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിന്നതോടെ കടകളിലും തൊട്ടടുത്ത ഒരു വീട്ടിലും വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ താൽക്കാലിക വെള്ളം ഒഴുകാനുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവമ്പാടി മണ്ഡലത്തിലെ വെള്ളക്കെട്ടുകളും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട്. ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എംഎൽഎ ഉൾപ്പെടെയുള്ള ആളുകൾ കൺട്രോൾ റൂം ഉൾപ്പെടെ തുറന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ഏർപ്പാടുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ ഓടത്തെരുവിൽ മണ്ണിടിച്ചിട്ടുണ്ട്. മണ്ണിടിച്ച് അപകട ഭീഷണി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. കൂടാതെ താമരശ്ശേരി മേഖലകളിൽ ദേശീയ പാതയിലെ ഈങ്ങാപ്പുഴയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. താമരശ്ശേരിയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. വിവിധ പ്രാദേശിക റോഡുകളിൽ വെള്ളം കയറിയും ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അഭിലാഷ്, യെസ്, അതാണ് ചെറു പ്രദേശങ്ങൾ ഉൾപ്പെടെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത എന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ തോതിൽ മഴ പെയ്യുന്നു. അതാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യാപകമായി മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. ഒരു പ്രദേശത്ത് മഴ അതിശക്തമായി പെയ്യുമ്പോൾ അവിടെ മണ്ണിന് ഈ ജലത്തെ താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ മർദ്ദം രൂപപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് അപകടം വർദ്ധിക്കുന്നത് എന്നതാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് നേരത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ മന്ത്രിയായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ദിവസം തുടർച്ചയായി കേരളത്തിൽ മഴയുണ്ടാകുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാരുടെ യോഗം നേരത്തെ വിളിച്ചിരുന്നു എന്നുമാണ് AP അനിൽകുമാർ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.